നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തിഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം 373rd day. Today 63rd sloka of 5th chapter. For details please see the description box. ഗീതാസ് ഭക്തിഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം 373 ദിവസം. ഇന്ന് 5ാമത്തെ അധ്യായത്തിലെ 63ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ. കൃഷ്ണം വന്ദേ വ്രജപ്രിയം. കൃഷ്ണം ദ്വൈപായനം വന്ദേ. കൃഷ്ണം വന്ദേ പൃഥാസുതം. ശ്രീപരമാനന്ദനാഥനായ ദ്വൈതദീപമായി മോക്ഷേച്ചു വൃന്ദമന്ദാരമായി കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം 5ാമത്തെ അധ്യായത്തിലെ 63ാമത്തെ ശ്ലോകം. 3 വരിയുള്ള ശ്ലോകമാണ് ഇത്. അതോ ദോഷനിവൃത്യർത്ഥമേതദേവ ഹി സാധനം. ബുദ്ബുദാ ഇവ തോയേഷു അശകാ ഇവ ജന്തുഷു ജായന്തേ മരണായൈവ കഥാശ്രവണവർജിതാ. അതോ ദോഷനിവൃത്യർത്ഥം ഏതദേവ ഹി സാധനം. ബുദ്ബുദാ ഇവ തോയേഷു അശകാ ഇവ ജന്തുഷു ജായന്തേ മരണായൈവ കഥാശ്രവണവർജിതാ. ഓം തത്സത്. വീണ്ടും പറയുകയാണ്, ഈ ശരീരം, ഇത്രയും ദോഷം നിറഞ്ഞ ഈ ശരീരം, അതിൻ്റെ പാപം നശിപ്പിക്കുവാൻ വേണ്ടി, അല്ലെങ്കിൽ ആ പരമാർത്ഥ തത്വത്തെ അറിയുവാൻ വേണ്ടി ശ്രീമദ് മഹാഭാഗവത ശ്രവണം ഉപയോഗിക്കണം. അതുതന്നെയാണ് ഈ ശരീരത്തിൻ്റെ ഈ ജനന മരണങ്ങളിൽ നിന്നും മോചനം നേടുവാനുള്ള ഉത്തമ സാധനം. അങ്ങനെ ഏർപ്പെടാതെ ഇരിക്കുന്ന ഈ ശരീരം, അതായത് ഭഗവത്കഥ ഭഗവാനെ പ്രാപിക്കുവാനായിട്ട് ഉപയോഗിക്കാത്ത ഈ ശരീരങ്ങൾ ഈ വെള്ളത്തിലെ നുരകൾ പോലെ, വെള്ളത്തിലുണ്ടാകുന്ന പതകൾ, നീർപ്പോളകൾ വളരെ വേഗം ഉണ്ടായി നശിച്ചു പോകും. അല്ലെങ്കിൽ മശക ഇവ ജന്തുഷു. ബുദ്ബുദ എന്ന് പറഞ്ഞാൽ ഈ നീർപ്പോളകൾ. തോയം എന്ന് പറഞ്ഞാൽ സമുദ്രം എന്നർത്ഥം, വെള്ളം. അശക ഈ ഈയാമ്പാറ്റകളും മറ്റ് അങ്ങനെയുള്ള കൊതു, പാറ്റ, ഈച്ച ഇങ്ങനെയുള്ള ചെറിയ ജീവികൾ, അവ വേഗം നശിച്ചു പോകും. കൊതുകുകളും മറ്റുള്ള ഈച്ചകളും ഈയാമ്പാറ്റകളും ഒക്കെ വളരെ വേഗം ജനിക്കും, ഉടനെ തന്നെ നശിച്ചു പോകും. ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന് നിലനിൽപ്പില്ല. അങ്ങനെ നശിച്ചു പോകുന്ന ഈയാമ്പാറ്റകൾക്കും വെള്ളത്തിലുണ്ടാകുന്ന പതകൾക്കുമൊക്കെ തുല്യമാണ് ഈ ഭഗവാനെ പ്രാപിക്കുവാൻ ശ്രമിക്കാത്ത ജീവിതങ്ങൾ എന്നാണ് പറയുന്നത്. മനുഷ്യ ശരീരത്തിലൂടെ മാത്രമേ ആ പരമാർത്ഥത്തെ അറിയുവാനും പരമാത്മാവിലേക്ക്, ആത്മാനന്ദത്തിലേക്ക് ലയിക്കുവാനും സാധിക്കുകയുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി ശ്രീമദ് മഹാഭാഗവത ശ്രവണമാണ് ഉത്തമം. അങ്ങനെയുള്ള ശ്രീമദ് മഹാഭാഗവത ശ്രവണം കേൾക്കാത്ത മനുഷ്യർ ഈയാമ്പാറ്റകളെപ്പോലെയും വെള്ളത്തിലുണ്ടാകുന്ന നുരകൾ പോലെയുമൊക്കെ വ്യർത്ഥമായ ജീവിതമാണ് നശിക്കുന്നത്. അത് എത്രയും കഷ്ടമാകുന്നു എന്നാണ് പറയുന്നത്. ജായന്തേ മരണായൈവ കഥാശ്രവണ വർജിത. ഭഗവത് കഥ ശ്രവിക്കാതെ മരിക്കുന്നവരുടെ ജീവിതം വളരെ കഷ്ടമാകുന്നു എന്നുള്ള അർത്ഥത്തിൽ പറയുകയാണ്. അവർക്ക് കഷ്ടമെന്നല്ല, അങ്ങനെയുള്ള ജീവിതങ്ങൾ വളരെ കഷ്ടം തോന്നിക്കുന്നതാണ് എന്ന് പറയുകയാണ്. ശ്ലോകം ഒരിക്കൽ കൂടി. അതോ ദോഷനിവൃത്യർത്ഥം ഏതദേവ ഹി സാധനം. ബുദ്ബുദാ ഇവ തോയേഷു മശക ഇവ ജന്തുഷു ജായന്തേ മരണായൈവ കഥാശ്രവണവർജിതാ. ഓം തത്സത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവത് സമക്ഷം ഈ ശ്ലോകം സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും ഉണ്ടാകട്ടെ. ഓം തത്സത്.